ഫുൾ ഓൺ ചെയ്യാം. ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഡ് കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി, നമ്മൾ റിട്ടേൺ ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 12.95 കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. G4 ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു വാഹനം. ഫുൾ ഓണും ചെയ്യാം. അതുകൊണ്ട് 0 ഡൗൺ പേയ്മെന്റ് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു കിട്ടുന്ന 7 സീറ്റർ വാഹനം. ഇത് നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് 6,10,000 രൂപയ്ക്ക് 6,10 ചെയ്യാൻ പറ്റും. 8 സീറ്റർ വാഹനമാണ്. 6,10 ഡീസലിന് നല്ല മൈലേജ്. ഇതിന്റെ മെയിൻ ഇതെന്താ വെച്ചാൽ ബാക്കിയുള്ള ഈ ഒരു 7 സീറ്റർ വെച്ച് നോക്കുമ്പോൾ 8 സീറ്റർ ആണ്. 8 സീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 17-18 സുഖമായിട്ട് ഇതിന് മൈലേജും കിട്ടും. അത് നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 90% ലോൺ ചെയ്യാം. 75,000 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മളൊരു ഫോക്സ് വാഗൺ വേർച്ചസ് നമ്മളൊരു യൂസർ കാറിൽ കാണുന്നത്. 7000 കിലോമീറ്റർ ലോ ബഡ്ജറ്റിൽ 7 സീറ്റർ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന ഒരു വണ്ടി. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്കിന്റെ 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. ആകെ 7000 കിലോമീറ്റർ ഓടിക്കും. 7000 കിലോമീറ്റർ എല്ലാം നമുക്ക് പക്ക ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് വരുന്നത്. ഓൺഷിപ്പ് സിംഗിൾ. അതെ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമുക്ക് ഇവിടെ ഫൈനൽ റേറ്റ് ആയിട്ട് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5,60,000 രൂപയ്ക്ക്. 5,60,000 ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസ് നമുക്ക് കൊണ്ടുപോകും. അതെ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 90% നമുക്ക് ലോൺ ചെയ്യും. അപ്പൊ നല്ല ട്രാക്കിൽ ഡൗൺ പേയ്മെന്റ് ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡേ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. അത് നമുക്ക് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ്, പ്രീമിയം കാറുകളാവട്ടെ, അതുപോലെ നമുക്ക് SUV-കളൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ആ ഒരു ആദ്യമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ലിങ്കിലാണ്. അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സജിത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റിലായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി റൂട്ടിന്റെ ഇടയിൽ വള്ളോമ്പ്രം എന്ന് പറഞ്ഞ ഷോപ്പാണ്. അതായത് മലപ്പുറം ജില്ല. നമുക്കിത് കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. വള്ളോമ്പ്രത്ത് നിന്ന് ഒരു ജസ്റ്റ് 1 കിലോമീറ്റർ അല്ലേ? വള്ളോമ്പ്രത്ത് നിന്ന് 1 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പോസ്റ്റ് ലിങ്കിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കൊടുക്കും. ഫസ്റ്റ് നമ്മൾ നല്ലൊരു കിട്ടുന്ന ഓഫർ വീഡിയോ ആയിട്ടാണ്. ആദ്യം ഒരു 7 സീറ്റർ വാഹനം. അപ്പോൾ നമുക്ക് റെനോയുടെ ടൈബർ. ഇത് അതും 7 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ, കുറഞ്ഞ ലോ മെയിൻ്റെനൻസ് ആണ് വരുന്നത് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. 2022 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ സാധനമാണ്. RXD വരുന്നതാണ്. ഓൺഷിപ്പ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അത് നമുക്ക് എത്രയായിരുന്നു? പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ആണ്. ആകെ 7000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. അപ്പൊ നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഉണ്ട്. സിംഗിൾ ഓണർ, അതും 7000 കിലോമീറ്റർ. നമ്മൾ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഇവിടെ ഫൈനൽ ഓഫറിന്റെ ഭാഗമായിട്ട് 6,500 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു 2023 സിംഗിൾ ഓണർ, അത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നമ്മൾ മാർക്കറ്റ് ഏകദേശം 10 മുകളിൽ പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം 4 ലക്ഷത്തോളം നമുക്ക് ഒരു 7000 കിലോമീറ്റർ ലോ ബഡ്ജറ്റിൽ 7 സീറ്റർ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന ഒരു വണ്ടി. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്കിന്റെ 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഞാൻ ഒരു SUV നോക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു ഡുവൽ ടൂണില് റെഡ് ആൻഡ് ബ്ലാക്കിലൊരു റെനോ കൈഗർ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലാണ്. ടെർബോ വേരിയന്റ് ആണ്. അതായത് അത്യാവശ്യം ടെർബോ ആണ്. ഒന്നുകൂടി നമുക്ക് പെർഫോമൻസ് കാര്യങ്ങളും കിട്ടാനുള്ള പെർഫോമൻസ് ബേസ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. അത് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 19,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. അതും സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ എത്രയാണ് കസ്റ്റമർ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വണ്ടി. പിന്നെ ലോ കിലോമീറ്റർ ആണ്. നമ്മൾ അതും കമ്പനി വാറണ്ടി നിലവിലുണ്ടാവില്ല. ചോദിക്കുന്നത് നമ്മള് ഇത് നമ്മൾ 7,45,000 രൂപയ്ക്ക് ചെയ്യാം. ഫൈനൽ റേറ്റ് ആണ്. അതിൽ നമുക്ക് ബാർഗൈനിങ് ഇല്ല. ഏറ്റവും നെറ്റ് പ്രൈസ് ആണ് അല്ലേ? ഏകദേശം നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. അടുത്ത തവണ ഒരു വൈറ്റില് വീണ്ടും ഒരു കൈഗർ തന്നെയാണ്. അപ്പൊ ഇനി ഏത് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഡുവൽ ടോൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഇനി ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പൊ വൈറ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡൽ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ ആണ്. അതിന്റെ മാതിരി ഫുൾ ഓപ്ഷൻ അല്ല. RXT ഓപ്ഷൻ ആണ്. ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാ സംഗതികളും വരുന്നുണ്ട്. AC പോസ്റ്റിംഗ്, ഫോട്ടോ, പവർ വിൻഡോസ്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് വരെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലൈവീലല്ല, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അലൈവീൽ പോലുള്ള ഒരു ഡിസ്ക് ആണ്. കാണുമ്പോൾ തന്നെ അലൈവീൽ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു?
നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇത് ലോ കിലോമീറ്റർ ആണ്, ആകെ 7000 കിലോമീറ്റർ ഓടി. 7000 കിലോമീറ്റർ എല്ലാം നമുക്ക് പക്ക ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് വരുന്നത് അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ. അതെ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമുക്ക് ഇവിടെ ഫൈനൽ റേറ്റ് ആയിട്ട് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5,60,000 രൂപയ്ക്ക്. 5,60,000 ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസ് നമുക്ക് ഉണ്ടോ? അതെ അതെ. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 90% നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്യും. അപ്പോൾ നല്ല ട്രാക്കിൽ ഡൗൺ പേയ്മെന്റ് ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത ഇതിന്റെ ഒരു ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്തൊരു കളർ ബ്ലാക്കിൽ അല്ലേ? റെനോ കൈഗ്രന്റെ ആണ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി മാനുവൽ വേണമെങ്കിൽ മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഉണ്ട്, ടെർബോ ഉണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2023 മോഡലാണ്. ഇതും ആകെ ലോ കിലോമീറ്റർ ആണ്, ഒരു 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. RX ഫുൾ ഓപ്ഷൻ, അതും ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമ്മളിവിടെ ഫൈനൽ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട്. 8 ലക്ഷം രൂപ. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 90% എന്തായാലും കൺഫേം ആണ്. ഫുൾ ഓൺ തന്നെ നല്ല ട്രാക്കുള്ള ആൾക്കാരൊക്കെയാണ്. അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഏകദേശം ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 1 ലക്ഷത്തിന് താഴെയുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എന്തായാലും ഇറക്കാം. അടുത്ത നമുക്ക് ഇതാണോ ഡെയിലി യൂസിന് മൈലേജ്, പെർഫോമൻസ്, സ്പേഷ്യസ് ഒക്കെ നോക്കുന്നവർ നല്ലൊരു ഓപ്ഷനാണ് ഡീസലിൽ റെനോ ക്യാപ്ചർ അല്ലേ? ഏകദേശം ഒരു 18 വരെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. 18 കൺഫേം ആയിട്ട് എന്തായാലും കിട്ടും. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് അല്ലേ? അതെ. ഫുൾ ഓപ്ഷൻ പ്ലാറ്റിനി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 മോഡല്, 18 രജിസ്ട്രേഷൻ. ഇത് വേരിയന്റ് വരുന്നത് പ്ലാറ്റിനി ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഓൺഷിപ്പിലുള്ളത് ഡീസലില്. കിലോമീറ്റർ ഏകദേശം ഒരു 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഫുൾ സർവീസ് ഹിസ്റ്ററി, കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി, സർവീസ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എല്ലാ വണ്ടികളും കമ്പനി സർവീസ് തന്നെയാണ്. എല്ലാം ഷോറൂം സർവീസ് മാത്രമുള്ള വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 100% നമ്മൾ ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളെല്ലാം നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ 23 വണ്ടികളൊക്കെ നമുക്ക് ഫ്ലഡിന്റെ ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഡ് കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി, നമ്മൾ റിട്ടേൺ ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് നമ്മളിപ്പോൾ ഓഫർ റേറ്റ് ആയിട്ട് നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക്. 6 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഒരു ഡീസൽ SUV കൊണ്ടാവും. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ നമുക്കൊരു 80% ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ 1 ലക്ഷം, അതിൽ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമ്മൾ വീണ്ടും ഒരു കിടല SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടാറ്റ ഹാരിയർ. അത് നമുക്ക് ലാൻഡ് റോവറിന്റെ അതേ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന ഒരു കിടലം വാഹനം. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഡുവൽ ടൂൺ ആണ് വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 73,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഡീസലാണ്, മാനുവലാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഗ്യാരണ്ടി ഉള്ള. എത്ര നമ്മൾ ഫൈനൽ റേറ്റ് നമുക്ക് എത്ര? നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 11.5 ലക്ഷം രൂപയ്ക്ക് 11.5 ലക്ഷം രൂപ ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടത്? ഇത് നമുക്കൊരു 1 ലാഖിന്റെ താഴെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 1 ലാഖ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്താണ് നമുക്കൊരു 2 വീൽ ഓട്ടോമാറ്റിക്കിൽ ഒരു ഫോർച്യൂണർ നോക്കുന്നവർക്ക് TRD കിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഫൈനലായിട്ട് 5 രൂപയ്ക്ക് ചെയ്യാം. അല്ല, 15 രൂപയ്ക്ക് 15 രൂപയ്ക്ക് ചെയ്യാം. ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. 2 വീൽ ഓട്ടോമാറ്റിക്, എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഒരു കേരള വാഹനത്തിന് അതേ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. രജിസ്ട്രേഷൻ ആണ്, ഒരു 170 ഓടിയിട്ടുള്ളത്. തേർഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നമുക്ക് ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. അടുത്തതാണ് നമുക്കൊരു ക്രിസ്റ്റ. അതൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡല്, G4 ആണ്, മാനുവലാണ് വരുന്നത്. 180 സംതിങ് ഓടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് നമ്പർ ആക്കിയിട്ട് കേരള രജിസ്ട്രേഷനിലേക്ക്, നിലവിൽ HR രജിസ്ട്രേഷനിലുള്ള കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്കൊരു 12.95 ചെയ്യാം. 12.95 കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. G4 ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനം. അടുത്താണ് നമുക്കൊരു SUV 500. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അല്ല? എങ്ങനെയായിരുന്നു മോഡൽ? ഓട്ടോമാറ്റിക്. ഇത് 19 മോഡലാണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ അല്ല, W7 വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പിലാണ്. കർണാടക രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് ഫൈനൽ ഓഫർ റേറ്റിൽ എത്ര രൂപ ചെയ്യാൻ പറ്റും?
നമുക്കൊരു 890 ഫൈനൽ 890 ഫൈനലൈറ്റ് ചെയ്യാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. അതുകൊണ്ട് 0 ഡൗൺ പേയ്മെന്റ് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു കിട്ടുന്ന 7 സീറ്റർ വാങ്ങാം. അതുകൊണ്ട് മൈലേജ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് കാരണം എല്ലാം നോക്കുന്നവർക്ക് നല്ലൊരു 8 സീറ്റർ വാഹനം മഹീന്ദ്ര മരാസോ അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം 110 ഓടിയിട്ടുണ്ട്. 8 സീറ്റർ ആണ് വരുന്നത്. വേരിയന്റ് M4 മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെൻട്രൽ AC വരുന്നു, പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫൈനൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് 6,10,000 രൂപയ്ക്ക് 6,10 ചെയ്യാൻ പറ്റും. 8 സീറ്റർ വാഹനമാണ്. 6,10 ഡീസലിന് നല്ല മൈലേജ്. ഇതിന്റെ മെയിൻ ഇതെന്താ വെച്ചാൽ ബാക്കിയുള്ള ഈ ഒരു 7 സീറ്റർ വെച്ച് നോക്കുമ്പോൾ 8 സീറ്റർ ആണ്. 8 സീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 17-18 സുഖമായിട്ട് ഇതിന് മൈലേജും കിട്ടും. അത് നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 90% ലോൺ ചെയ്യാം. 75,000 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതായത് നമുക്കൊരു കിടിലം വാഹനമാണ്, ഒരു സബോമീറ്റർ SUV. ഡെയിലി യൂസിന് നമുക്ക് ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന കിടിലം ഡീസൽ വേരിയന്റ് ഹോണ്ട WRV. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2017 മോഡലാണ്. ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സർവീസ് എല്ലാം പക്കയാണല്ലോ, സർവീസ് ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏകദേശം 24 വരെ നമുക്ക് മൈലേജ് കിട്ടും. ഡീസലാണ്, S ആണ് ഓപ്ഷൻ വരുന്നത്. അതും സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും? നമുക്കിത് 5,70,000 രൂപ. 5,70,000 ഏകദേശം നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണർ ചെയ്യാം. ഇനി അതല്ല എങ്കിലും ഒരു നോർമൽ കസ്റ്റമർ ഒരു 50,000 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വാഹനം സ്വന്തം. ആദ്യമായിട്ടാണ് നമ്മളൊരു ഫോക്സ് വാഗൺ വേർച്ചസ് നമ്മളൊരു യൂസർ കാറിൽ കാണുന്നത്. കാരണം നമുക്ക് ഫോക്സ് അല്ലെ പൊതുവെ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതും GT ആണ് വരുന്നത് ഓപ്ഷൻ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഓട്ടോമാറ്റിക് ആണ്. 2023 ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ്. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും. അതെ, 2023 ആണ് വണ്ടി. അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ടാവും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് വളരെ ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. ഏകദേശം 22,000 കിലോമീറ്റർ വിത്ത് അണ്ടർ കമ്പനി വാറണ്ടിയിൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അതെ. അതുപോലെ പക്ക ഫാൻസി നമ്പറാണ്. ഒറിജിനൽ കേരള വാഹനം. GT ആണ്. നമുക്ക് പെർഫോമൻസ് പ്ലസ് നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഫോക്സ് വാഗൺ വണ്ടിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പക്കയായിട്ട് അറിയൂല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഫൈനലായിട്ട് 18 ലക്ഷം രൂപയ്ക്ക്. 18 ലക്ഷം രൂപ അല്ല, ഏകദേശം 10-24 ലക്ഷം രൂപന്റെ മുകളിൽ വരുന്ന വണ്ടിയല്ലേ? ഏകദേശം നമുക്ക് ഒരു 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 90% ലോൺ കൊടുക്കാം. അപ്പൊ ട്രാക്ക് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 1.1 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വെറും 20 സംതിങ് കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഏറ്റവും ടോപ്പ് എൻഡ് GT ഓട്ടോമാറ്റിക് അല്ലേ? ഇത് നമുക്ക് തവണ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇനോവ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. Type 4 ഒക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 ആണ്. V ആണ് ഓപ്ഷൻ. വിയോ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ്. അന്ന് V ആയിരുന്നു ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെയാണ് Z ഒക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ വരുന്നത് 2,10,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. മെയിൻ ഹൈലൈറ്റ് എന്താ സിംഗിൾ ഓൺഷിപ്പിലാണ്. ഇത്ര കിലോമീറ്റർ ആകെ സിംഗിൾ ഓൺഷിപ്പിൽ ഒരു വണ്ടി ഇല്ല. അതർ സീറ്റ് വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. എഞ്ചിനൊക്കെ പക്ക നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് കേരള രജിസ്ട്രേഷനിലേക്ക് ചെയ്തിട്ട് നമുക്കൊരു 9 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ അടക്കം. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതും 14 അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. Type 4 ആണ്. നമുക്ക് പെർഫോമൻസ്, ഫെസിലിറ്റി, അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചറിലോടെ ഒരു കിടിലം വാഹനമാണ് ഹുണ്ടായുടെ വെർണ. അത് നമുക്ക് ലേറ്റസ്റ്റിന് തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന മോഡൽ 2019 വേരിയന്റ്. നല്ല കിടിലം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. SX പെട്രോൾ. ഒരു സൺറൂഫിന് കുറവുണ്ട്, ബാക്കി എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നത് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 58,000 കിലോമീറ്റർ ഓൺഷിപ്പ് ആണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ട് 7,90,000 രൂപയ്ക്ക്. 7,90,000 ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു പ്രീമിയം വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കിത്? ഇത് നമുക്കൊരു ചെറിയ എമൗണ്ട്, ഒരു 50 രൂപേന്റെ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു SUV 300, അതായത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിന്റെ ഡീസലില് മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് SUV 300.
അത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് പറഞ്ഞു. ഡീസൽ മാനുവൽ ആണ്. ഓക്കെ. ഇത് മൈലേജ് ഒരു 17-18 ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? 17-18 സുഖമായിട്ട് കിട്ടും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 7,90,000 രൂപ. 7,90,000 ഏറ്റവും ഫുൾ ലോഡ് സൺറൂഫ് വരെ വരുന്ന ഒരു ഡീസൽ വേരിയന്റ് വാഹനം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ 19 രൂപ സുഖമായിട്ട് വണ്ടി 50 രൂപ താഴെ മതി. അടുത്തത് നമുക്ക് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു വീണ്ടും ഒരു കളർ ചേഞ്ചിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് വരെ വരുന്ന ഒരു WRV ഒരു കിഡ്ലം കളറാണ്. നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2018 ആണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ ഡീസൽ വേരിയന്റ്, ഡീസൽ മാനുവൽ ആണ്. ഏകദേശം ഒരു 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ് ഡ്രൈവിൽ 24 സുഖമായിട്ട് നമുക്ക് മൈലേജ് കിട്ടും. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് സെയിം 7,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് 90. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 80% ലോണ് 50,000 രൂപ. 50,000 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ? കിലോമീറ്റർ വരുന്നത് 1,10,000. 1,10 അല്ലേ? യെസ്. അടുത്ത ഒരു നമ്മൾ പോളോയുടെ ഒരു പെർഫോമൻസ് വേണം എന്നാൽ കുറച്ചുകൂടി സ്പേസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഫോക്സ് വാഗൻ അമിയോ അല്ലേ? അമിയോ. അതും GT ആണോ വരുന്നത്? GT ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ്. എങ്ങനെയായിരുന്നു നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെർഫോമൻസിന് പെർഫോമൻസ്, മൈലേജ്, സേഫ്റ്റിക്ക് സേഫ്റ്റി എല്ലാം ഉള്ള ഒരു കിഡ്ലം വണ്ടി അല്ലേ? ഡീസലാണോ വരുന്നത്? ഡീസലാണ്. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 1 lakh സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? മേജറായിട്ടൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ നമുക്കൊരു 4,90,000 രൂപ. 4,90,000 ബെസ്റ്റ് പ്രൈസിന് GT ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു സെയിം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്. ഇത് 2018 മോഡലാണ്. 2018 മോഡൽ സിംഗിൾ ഓണറിൽ ഡീസൽ ഓട്ടോമാറ്റിക്. സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരെ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ് ടാറ്റ നെക്സോൺ. അത് കിഡ്ലം കളർ അല്ലേ? ഡീസലാണോ വണ്ടി വരുന്നത്? ഡീസൽ. ഏകദേശം 18-20 വരെ മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസും നല്ല സേഫ്റ്റി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 50 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 ആണ് വണ്ടി വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇതിന് നമുക്ക് ഇവിടെ ഫൈനൽ റേറ്റ് ആയിട്ട് നമുക്ക് 5,90,000 രൂപ. ഒരു ബെസ്റ്റ് പ്രൈസിന് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കിഡ്ലം വാഹനം എന്ന് പറയാം. അത് നമുക്കൊരു ചെറിയ വാഹനം കൊണ്ടു നടക്കുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം SUV ആണ് ഫോർഡ് എക്കോസ്പോർട്ട്. അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡലാണ്. ഡീസൽ വണ്ടി, ഡീസൽ വേരിയന്റ്. ഏകദേശം ഒരു 18-20 തന്നെ മൈലേജ് പ്രതീക്ഷിക്കും. നല്ല കിഡ്ലം പെർഫോമൻസും ആയിരിക്കും. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓപ്ഷൻ വരുന്നത് ട്രെൻഡ് ആണ്. ഓക്കെ. പിന്നെ അഡീഷണൽ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു നമുക്ക് ഓൺഷിപ്പ്? എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. എല്ലാം ഉണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,25 ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ട്രെൻഡാണ് ഓപ്ഷൻ വരുന്നത്. ഡീസലില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 6,35,000 രൂപ. 6,35,000 അല്ലേ? ഏകദേശം ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. 1 lakh. ഏത് ജനറേഷനിലെ ആളുകൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ. അത് അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? പോളോ പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡലാണ്. 16 മോഡൽ. ഹൈലൈൻ ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻഡ്. സെക്കൻഡ് ഓൺഷിപ്പിലുള്ളത്. ഓക്കെ. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററി ഓൾമോസ്റ്റ് ഉള്ളതാണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമ്മളിതിവിടെ 4,25,000 രൂപ. 4,25,000 ഒരു ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ടോപ്പ് എൻഡിൽ പോളോ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 80% ഒക്കെ ഏകദേശം ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി 1 lakhന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ടാറ്റ ഓൾട്രോസ് അത് നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസലാണ്. നല്ല പെർഫോമൻസ്, സേഫ്റ്റി, അതേപോലെ 1.5 വരുന്ന ഒരു കിഡ്ലൻ ഡീസൽ വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളും? ഇത് 2020 മോഡൽ XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ടച്ച് സ്ക്രീൻ ഒക്കെ വരും. ഓക്കെ.
ഡീസലാണേനും അത്യാവശ്യം നല്ല മൈലേജ് ഏകദേശം ഒരു 20 മൈലേജ് പ്രതീക്ഷിക്കും. ഓൺഷിപ്പ് സിംഗിളും അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഫൈനലായിട്ട് 6 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു മിനിമം ഒരു 50 ബിലോ 50 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 50,000 താഴെയുള്ള ടൗണിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നു പോസ്റ്റിലിംഗിലായിരുന്നു. ഒരു ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട്, ഒരു പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. നല്ല ചെറിയ പൈസക്ക് നമുക്ക് നല്ല കിടലം പ്രീമിയം വെഹിക്കിൾ BM, Audi, Benz ഒക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ നമുക്ക് ഉടൻ തന്നെ വരും. സോ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്. അപ്പോൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാക്സിമം നമുക്ക് വില കുറച്ചിട്ടുള്ള റേറ്റ് തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ വരി, നിങ്ങൾക്ക് എന്താ ചെയ്യുക, പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റിയിൽ ചെറിയ കിലോമീറ്റർ നല്ല അടിപൊളി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ്.